നമുക്കിന്ന് നിന്റെ ഓർമ്മശക്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ കുറച്ച് വാക്കുകളൊക്കെ പറയും. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ വാക്കുകളിലേക്ക് തിരിച്ചു പോരാം. അപ്പൊ സെറ്റ്. ഞാൻ എഴുതണം. എഴുതണ്ട എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഓർമ്മയിൽ നിന്നങ്ങ് പറഞ്ഞേച്ചാ മതി. എനിക്ക് ഓർമ്മയില്ല. നമുക്ക് നോക്കാം. ഞാൻ എല്ലാം മറന്നു പോകുന്ന അമ്മയ്ക്ക് അറിയാമെന്ന്. നൈറ്റ് 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 രാത്രി. നൈറ്റ് ഡ്രീം. ഡ്രീം. നീ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, എനിക്ക് ഓർത്തിരിക്കാനോ. ഓക്കെ. അപ്പൊ ഒന്നും കൂടെ തുടങ്ങുവാണ്. ഒത്തിരി വാക്കൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ പറയാം. നൈറ്റ് നൈറ്റ് ഡ്രീം സ്റ്റാർ സ്റ്റാർ ബെഡ് ബെഡ് പില്ലോ സ്റ്റാർ ബെഡ് പില്ലോ ഡ്യുവറ്റ് ഡിവറ്റ് ടേബിൾ കപ്പ് ടീ പെൻസിൽ സ്കൂൾ കൂൾ ബുക്ക്. എത്ര വാക്ക് പറഞ്ഞു എന്ന് ഓർക്കുന്നുണ്ടോ? 10 10അല്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നമ്മള് നൈറ്റ് ഡ്രീം കുഴപ്പമില്ല. ബെഡ് ഞാനൊന്ന് കൗണ്ട് ചെയ്യട്ടെ. സ്കൂള് ഇല്ല, നമ്മള് മൊത്തം 12 വാക്കുകൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് പോലും. 6 ഓർത്തിരിക്കട്ടെ. എന്നിട്ട് ഇന്ന് സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സബ്ജക്ട് മാറ്റുന്നു. സബ്ജക്ട് മാറ്റണല്ലോ, എങ്കിലാണല്ലോ നമ്മൾ എന്താണ് ഓർത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പതാ 5:25 നമുക്ക് 6 മണി അല്ല സോറി 5:30 ആവുമ്പോൾ വേണമെങ്കിൽ തിരിച്ച് ക്ലോക്കിലേക്ക് നോക്കിക്കോ. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 5:30 ആവുമ്പോ നമുക്ക് നോക്കാം. സ്കൂളിൽ പോയിട്ട് എന്നായിരുന്നു വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. എന്തൊക്കെ പഠിപ്പിച്ചു? പഠിപ്പിച്ചു. ഇത് മാത്രമാണോ പഠിപ്പിച്ചോളൂ? ഇതുപോലെ ഓർമ്മയില്ല. അന്നേരം ഞാൻ അത് ഓർത്തിരിക്കാൻ എന്നാ പറ. എനിക്ക് ആദ്യത്തെ പീരീഡ് മാത്സ് ആയിരുന്നു. എനിക്കൊരു സബ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്പാർക്സ് മാത്സ് ചെയ്ത. പിന്നെ എനിക്ക് ഹിസ്റ്ററി ആയിരുന്നു. അതില് ഞങ്ങളാണെങ്കിൽ ബെനീനെ കുറിച്ച് നോക്കി. ഹിസ്റ്ററിയിൽ ബെനീനെ കുറിച്ച് നോക്കിയോ? ബെനീൻ അല്ലോ, ബെനീൻ സിറ്റി എന്ന് പറഞ്ഞൊരു ബെനീൻ സിറ്റി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പക്ഷെ ഇപ്പൊ ആ സിറ്റി ഇല്ല എന്നാണ് എന്റെ സാർ പറഞ്ഞത്. ഓക്കെ. മാത്സ് ആയി, ഹിസ്റ്ററി അത് കഴിഞ്ഞ് ബ്രേക്ക് ആയി. ബ്രേക്കിന് പോയിട്ട് എന്തായിരുന്നു കഴിച്ച്? ബ്രേക്കിന് പോയിട്ട് ഞാൻ മൂവ് കുടിച്ചു. അടപ്പെടുത്ത് വെച്ചോ? എടുത്തു വെച്ചു. ഇപ്പൊ എത്ര അടപ്പായി? 15 16 അല്ല 15 കാരണം ഷപ്പ ഇന്നലെ ഇത് കളഞ്ഞായിരുന്നു. അപ്പൊ 15 അടപ്പുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ DT സെക്ഷനിൽ പോയി. കണ്ണച്ചാലാണെങ്കിൽ ആ ക്ലാസ് റൂം ബ്രേക്കിന് സാറില്ലായിരുന്നു. DT പോയിട്ട് എന്നായിരുന്നു? DT പോയിരുന്നു. അവിടെ എന്നിട്ട് മോഗ് കുടിച്ചു. അവിടെ ഇരുന്നാണോ മോഗ് കഴിച്ചത്? അപ്പൊ ബ്രേക്കിന്റെ സമയത്ത് എന്നാ കഴിച്ചത്? ബ്രേക്കിന്റെ സമയത്ത് അത് ചെയ്തത്. അപ്പൊ മോഗ് തീർന്നില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ഓക്കെ. എന്നിട്ട് എനിക്ക് DT കഴിഞ്ഞപ്പോ DT എനിക്കില്ലായിരുന്നു. ഞാൻ DT സെക്ഷനിൽ പോയിരുന്നതാ. ചായ കുടിക്കേ. ചായ ചൂടാറിപ്പോ. എന്ത്? മാത്സ് ഹിസ്റ്ററി സ്കൂളിൽ തന്നെയായിരുന്നോ പോയെ? സ്കൂളിൽ പോയ എനിക്ക് ഒരു സയൻസ് അല്ല കാരണം എനിക്ക് സയൻസിൽ 5ന്റെ സമയത്തായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിയുമ്പോ 2 ക്ലാസ് ഉണ്ടാവുമല്ലോ. ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 ക്ലാസ് ഉണ്ടാകും. ആ സമയത്ത് ഓർക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഓർക്കുന്നില്ല. പിന്നെ എനിക്ക് സയൻസ് ഉണ്ടായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് അല്ലേ വന്നത്? അല്ല, അത് ലഞ്ച് ബ്രേക്കിന് എന്ന് പറഞ്ഞാലാണെങ്കിൽ എന്റെ ആദ്യത്തെ പീരീഡ് എനിക്ക് മൂന്നാമത്തെ പീരീഡ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ സയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ഉണ്ടായിരുന്നു. ലഞ്ചിന് എന്നാ കഴിച്ച?
കേക്ക്, ഉം. ആപ്പിൾ. ബിഫോർ സമൃദ്ധമായ ലഞ്ചായിരുന്നല്ലോ. അതിനുശേഷം പിന്നെ അപ്പം ഈ ബ്രേക്കിന്റെ സമയത്ത് അതിൽ കൂടെ സ്കൂളിൽ നടക്കാൻ പോയില്ലേ, ലാപ്പ് പഠിക്കാൻ പോയില്ലേ? ഇപ്പൊ ലാപ്പ് പഠിക്കാറില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ടീച്ചറുടെ പി കിറ്റ് അപ്പൊ ആണെങ്കിൽ ലിറ്റിൽ ജോണിന്റെ ക്ലാസ്സിലാണോ പോയിരുന്നത്? പിന്നെ പി കിറ്റ് ആണെങ്കിൽ കൊണ്ടുവരാക്കണമായിരുന്നു. അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് പി ഡി ടി. അതിന് ഞങ്ങളൊരു ബുക്ക് അല്ല ഞങ്ങൾ ബുക്ക് വായിച്ചു ചെയ്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോഗ്രഫി ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളാണെങ്കിൽ എന്തുവാ ചെയ്തെന്ന് വെച്ചാലാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഷീറ്റ് തന്നിട്ടുണ്ട്. സമയം ഏകദേശം 5:30 ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? നൈറ്റ്. ഒരു മിനിറ്റ്, ഏതൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അടി മേടിക്കും കേട്ടോ. എന്നാ പിന്നെ അതിനെന്തിനാ ഓർഡറിൽ പറയണോ? വേണ്ട വേണ്ട, നിനക്ക് കിട്ടുന്ന വാക്കുകൾ പറഞ്ഞു. വെയിറ്റ്. സ്കൂൾ, ഡ്രീം, സ്റ്റാർ. നൈറ്റ് പറഞ്ഞല്ലോ. സ്റ്റാർ, ഡ്രീം ഒരു തവണ പറഞ്ഞതോ? ബെഡ് പറഞ്ഞതോ? അല്ല, പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ. കപ്പ്, പെൻസില്. പേപ്പർ ഉണ്ടായിരുന്നു. 1 2 3 4 5 6 7 കിട്ടിയിട്ടുണ്ട്. 8 9 10 11 12 5 കിട്ടാത്തേ ഉള്ളൂ. 5 പില്ലോ ഉണ്ടായിരുന്നോ? പില്ലോ ഉണ്ടായിരുന്നു. റിമോട്ട് ഉണ്ടോ? ഇല്ലായിരിക്കും. സോഫ. ക്ലോക്ക് ഒന്നുമില്ല. അപ്പൊ ടൈം ഓവറായി. ഇനിയിപ്പൊ എന്തൊക്കെയാന്ന് പറയാം. ഡ്യുവറ്റ്, ടേബിള്, ടീയ്, ബുക്ക്. ഇത്രയും കിട്ടിയില്ല. ഓക്കെ, എന്നാ ബൈ.